അൻവർ തവനൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് അൻവർ പുറത്തിറങ്ങുന്നു. DMK-യുടെ പ്രവർത്തകർ അണികൾ അൻവറിനെ സ്വീകരിക്കാനായി മാലയിട്ട് സ്വീകരിക്കാനായി അവിടെ എത്തുന്നു. നേരത്തെ DMK പ്രവർത്തകർ പറഞ്ഞത് വലിയ തരത്തിൽ കാണാനിരിക്കുന്ന പൂരമാണ്, ഞങ്ങൾ സ്വീകരിക്കാൻ എല്ലാവരും വരും എന്നാണ് പറഞ്ഞിരുന്നത്. അല്പം മുൻപാണ് ജാമ്യം ലഭിച്ച ഉത്തരവ് ജയിലിലേക്ക് എത്തിയത്. ഇന്ന് പുറത്തിറങ്ങാനാകുമോ എന്നൊരു സംശയം വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തരവ് വന്നിരിക്കുന്നു. അൻവർ പുറത്തിറങ്ങുന്നു. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായത് എന്നായിരുന്നു അൻവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും അൻവർ നടത്തുക എന്നുള്ളത് കൂടി നോക്കുന്ന മാധ്യമങ്ങളും മുന്നിലുണ്ട്. ഏതായാലും അൻവറിൻ്റെ UDF പ്രവേശനമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PV അൻവർ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇടത് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രതികരണത്തിലേക്കായിരിക്കും PV അൻവർ കടക്കുക എന്നുള്ളതിൽ തർക്കമേയില്ല. എല്ലാവിധ പിന്തുണയും ജനാധിപത്യത്തിന്റെ പക്ഷത്തു നിന്നുള്ള എല്ലാ പിന്തുണയുമാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് കോൺഗ്രസും. അതേസമയം മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് രാഷ്ട്രീയ നിലപാടെടുത്തതുകൊണ്ടാണ് അൻവറിനെ CPM ഈ തരത്തിൽ ആക്രമിക്കുന്നത് എന്ന് ലീഗ് നേതാക്കളും പറയുന്നുണ്ട്. ലീഗിന്റെ പ്രത്യക്ഷ പിന്തുണ, കോൺഗ്രസിന്റെ പരോക്ഷ പിന്തുണ, ആ തരത്തിൽ UDF വാതിൽ തുറന്നിടുമോ PV അൻവറിന് ഇതോടുകൂടി വളരെ പെട്ടെന്ന് മാറിയ രാഷ്ട്രീയ സാഹചര്യം. വനനിയമ ഭേദഗതിക്കെതിരെ 3-4 ദിവസം മുൻപ് ജനകീയ യാത്ര നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ച കോൺഗ്രസും ലീഗിനെ പോലും മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ട് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് PV അൻവർ കടന്നിരിക്കുന്നു. ചേലക്കരയിലുണ്ടായ പരാജയം PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ എഴുതി തള്ളി എന്ന് പോലും കരുതപ്പെട്ട സമയത്ത് നിന്നാണ് വളരെ പെട്ടെന്ന് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അൻവർ കടന്നിരിക്കുന്നത്. മാറിപ്പോയി പറയണോ? ഹലോ, ചേട്ടാ കുറച്ചൊന്ന് റെഡിയാണോ? ചേട്ടാ കേരള ചേട്ടാ ചേട്ടാ കുറച്ച് അൻവർക്ക കുറച്ച് മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കാൻ PV അൻവർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് കയറിയ PV അൻവർ തവനൂർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്താണ് പറയുക? ഇടതുപക്ഷത്തെ ഏത് തരത്തിലായിരിക്കും ആക്രമിക്കുക? CPM-നെതിരെയുള്ള പരാമർശം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി, അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDF-ന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞനാക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ K. സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പ്, അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ്, CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും, അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകളും അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എന്താ പറയുക, കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ 10 ദിവസമോ, ഞാൻ 100 ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോന്നിരുന്നത് മിനിമം. കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത്. കാരണം ഏതൊക്കെ കേസുകൾ, നാട് മുഴുവൻ FIR-കളാണ്. അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത്, പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ
നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം. അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ്. സർക്കാർ ഒരു തിരിച്ചടിയായിട്ട് കരുതുന്നുണ്ടോ? സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തിരിച്ചടി മാത്രമേ ഉള്ളൂ, അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത്? സർക്കാർ ഞാൻ പറഞ്ഞില്ല, സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ആവശ്യം ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായി തോന്നും. CPM അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ RSS നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് പിണറായി പറയുന്നത്. എന്തിനേറെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തു നിന്ന് അകത്തി. LDFനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും അകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നുള്ളത് ഏതാണ്? പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു പരിധി വരെ സഹായിച്ചിരുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മൊത്തം ഈ CPMനെ വിടാൻ പോവുകയാണ്. കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല. 1,30,00,000 ജനങ്ങൾ, 63 നിയമസഭാ മണ്ഡലം, 430 പഞ്ചായത്ത്, ഇതിനെയാണിത് ബാധിക്കാൻ പോകുന്നത്. അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ, ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല, കേരളത്തിൻ്റെ വന നിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത്. ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന നിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഈ നീതി ഉണ്ടല്ലോ, അത് കിട്ടാൻ പോകുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ഫോറസ്റ്റുകാരാണ്. എൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ്. എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലാണ്. ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം. ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ്. നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്ക് ഇറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം. ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം. ഈ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ UDF നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു പിന്തുണ UDF നേതാക്കളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിശേഷം UDFിലേക്കുള്ളൊരു പ്രവേശനമായിട്ടൊക്കെ അതിനെ കണക്കാക്കാം? അല്ല, അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയുക സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു. അല്ല, അത് നമ്മൾ പറയാറായിട്ടില്ല. ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDFുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. സർക്കാർ ഓഫീസ് തകർത്തതിന് എടുത്ത സ്വാഭാവികമായ ഒരു കേസ് മാത്രമാണ് ഇത് എന്നുള്ളതാണ് CPM നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുള്ളത്. അല്ല, CPM നേതാക്കൾക്ക് അങ്ങനെയല്ല എടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ. ഇവിടെ എന്താ ഉണ്ടായത്? 4 പയ്യന്മാർ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത്? ആകെ 2 കസാലയാണ്, പ്ലാസ്റ്റിക് കസാല. ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില 500 രൂപയാണ്, 2 എണ്ണത്തിൻ്റെ വില 1000ആണ്. പിന്നെ ഒരു ട്യൂബ് പൊട്ടി എന്താ പറയുക ഒരു ഫാന് കേടുന്ന 2000-2500 രൂപൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതാണ് 35,000 എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CPM നടത്തിയ സമരങ്ങളും CPMനെ സംബന്ധിച്ച് CPMന് ഇപ്പോൾ അത് പറയാം. കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി. ഭരണത്തിൻ്റെ ശീതളച്ചായ മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ, തഴുകി ഒഴുകുകയാണ്. അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക അരോചകമായി തോന്നും. അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്നെ കേട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിൽ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ സമരത്തിലേക്കാണോ ഇനി കടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ കർഷക സംഘങ്ങൾ സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്.
അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അതിനെന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യും. അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്ത് തയ്യാറെടുപ്പാണോ വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും. ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു, അങ്ങനെ വേണം വിശ്വസിക്കാൻ? അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായിയായിട്ടുള്ള സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ്. അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അല്ല, സുഗു എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. കാരണം സുഗു അവിടുത്തെ LC സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ നിയോജകമണ്ഡല സമ്മന്നിതനായ CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ നിലക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങ് ഉയർത്തിയ പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ UDF-ന് ഇത് മനസ്സിലാക്കാൻ? അല്ല, അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല. ഓരോ ഘട്ടമാണ് പൊളിറ്റിക്സ് തന്നെ സാഹചര്യം. PV അൻവർ ജയിൽ മോചിതനായി സ്വീകരിച്ച പ്രവർത്തകർ ന്യൂനപക്ഷത്തെ അകറ്റി നിർത്തുന്ന നീക്കങ്ങളും നിലപാടുകളുമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഇടതുപക്ഷത്തിനെതിരെ CPM-നെതിരെ കടുത്ത വിമർശനം. അപ്പോഴും UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ പറയാറായിട്ടില്ല. ഒറ്റയാൾ പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്നും അൻവർ പറയുകയുണ്ടായി. ചർച്ചയിലേക്ക്